CPI-യിൽ പൊട്ടിത്തെറി. മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ KE ഇസ്മയിലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് CPI എക്സിക്യൂട്ടീവിന്റെ ശുപാർശ. CPI എക്സിക്യൂട്ടീവ് തീരുമാനം സംസ്ഥാന കൗൺസിലിനെ അറിയിക്കും. CPI നേതാവ് P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ നടത്തിയ പ്രസ്താവനയിലാണ് നടപടി. പാർട്ടി നടപടിയിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് KE ഇസ്മയിൽ പറഞ്ഞു. P. രാജുവിന്റെ മരണത്തിന് പിന്നാലെ KE ഇസ്മയിൽ നൽകിയ പ്രതികരണത്തിന് എറണാകുളം ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിരുന്നു. P. രാജുവിന് പാർട്ടി നടപടിയിൽ വിഷമമുണ്ടായിരുന്നു എന്നായിരുന്നു KE ഇസ്മായിലിന്റെ പ്രതികരണം. സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണത്തിലാണ് P. രാജു സംഘടനാ നടപടിക്ക് വിധേയനായത്. എന്നാൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിട്ടും പാർട്ടി നടപടി പിൻവലിച്ചില്ല. ഇക്കാര്യം പാർട്ടി പരിശോധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അന്ന് നൽകിയ പ്രതികരണത്തിൽ KE ഇസ്മയിൽ പറഞ്ഞിരുന്നു. മുൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ഇസ്മയിൽ നിലവിൽ പാലക്കാട് ജില്ലാ കൗൺസിലിലെ ക്ഷണിതാവാണ്. പാർട്ടി നടപടിയിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നാണ് ഇസ്മയിൽ പറഞ്ഞത്. കുറച്ചു കാലമായി പാർട്ടിക്കുള്ളിൽ ഇസ്മയിൽ സജീവമല്ല. സേവ് CPI ഫോറത്തെ അനുകൂലിക്കുന്ന രീതിയിൽ പരസ്യ പ്രസ്താവന നടത്തിയ മുൻ ദേശീയ കൗൺസിൽ അംഗവും മുതിർന്ന നേതാവുമായ KE ഇസ്മയിലിനെതിരെ നടപടിക്ക് നീക്കം നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഒരു കാലത്ത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലെ കരുത്തനായിരുന്ന KE ഇസ്മയിൽ പട്ടാമ്പിയിൽ നിന്നുള്ള MLA-യും റവന്യൂ മന്ത്രിയുമായിരുന്നു. നിലവിൽ ഇസ്മയിൽ പ്രവർത്തിക്കുന്ന ഘടകം ജില്ലാ കൗൺസിൽ ആയതിനാൽ ഇവിടെ നിന്ന് തന്നെ കർശന നടപടി വേണമെന്നും സ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നീക്കം ചെയ്യണമെന്നുമുള്ള ആവശ്യമാണ് കൗൺസിൽ യോഗത്തിൽ ഉയർന്നത്. വിമതപക്ഷത്തെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന നിലപാടാണ് ഇസ്മയിൽ സ്വീകരിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിരുന്നു.